രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. കാവ്യം എങ്ങനെ രചിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും അത് സമ്പൂർണമായിട്ടും മാതൃക കാട്ടിക്കൊണ്ടും പ്രേരണ ചെലുത്തിക്കൊണ്ടും മുന്നിൽ നിൽക്കും. ഭാരതീയ കലകളെല്ലാം തന്നെ, കാവ്യം മാത്രമല്ല, ചിത്രം, ശില്പം, സംഗീതം, നൃത്തം, നാട്യം തുടങ്ങി ഭാരതീയ കലകൾ എല്ലാം തന്നെ രാമായണത്താൽ പൂർണ്ണമായും രൂപപ്പെടുത്തപ്പെട്ടു. അങ്ങനെയുള്ള ഈ ആദികാവ്യം നമുക്ക് പകർന്നു തന്ന വാൽമീകി ഋഷിയുടെ മഹത്വം, അതേപോലെ കാവ്യത്തിന്റെ മഹത്വം പല പ്രകാരത്തിൽ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. വാൽമീകി മഹർഷിയുടെ ആ അദ്ഭുതകരമായിരിക്കുന്ന കാവ്യ രചന പാടവം ഈ വാക്കുകളിലൂടെ 32 അക്ഷരങ്ങൾ അടങ്ങുന്ന ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ മുന്നിൽ വളരെ ലളിതമായിട്ട് എത്തിക്കപ്പെട്ടിരിക്കുന്നു. രാമ 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 എന്ന് മധുരമായി, മധുരാക്ഷരമായി ഇങ്ങനെ കവിതയാകുന്ന വൃക്ഷത്തിന്റെ മനോഹരമായ ആ ശാഖകളിലും അതേപോലെ തന്നെ ആ പുഷ്പങ്ങളിലെ രസമാസ്വദിച്ചും അതിൻ്റെ ആ ഭംഗി ആസ്വദിച്ചും എമ്പാടും പറന്ന് നടന്ന് ആ വൃക്ഷത്തിലിരുന്നു കൊണ്ട്, കവിതാവൃക്ഷത്തിലിരുന്നു കൊണ്ട് പാടുന്ന വാൽമീകി എന്നുള്ള കോകിലം, പൂങ്കുയില്, ആ പൂങ്കുയിലിനെ വന്ദേ, ഞാൻ വന്ദിക്കുന്നു, ആ പൂങ്കുയിലിനെ നമസ്കരിക്കുന്നു, പൂജിക്കുന്നു. നമുക്കറിയാം പൂങ്കുയിലിന്റെ പ്രത്യേകത, അതിന്റെ പാട്ട് വളരെ മധുരമാണ്, ഹൃദയഹാരിയാണ്, ആരുടെ ഹൃദയത്തെയും വശീകരിക്കും. അത് പാടുന്നത് വസന്ത ഋതുവിലാണ്. വാൽമീകിയെ കോകിലമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ എപ്പോഴാണോ വാൽമീകി പാടുന്നത്, വാൽമീകി രാമായണം നാം വായിക്കുന്നത്, വാൽമീകി രാമായണം നാം ആലപിക്കുന്നത്, വാൽമീകി രാമായണം നാം കേൾക്കുന്നത്, അതിനെ ആസ്പദമാക്കി നാം വിചിന്തനം ചെയ്യുന്നത്, അപ്പോൾ കാലഘട്ടം ഏതു തന്നെയായാലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനോഹരമാക്കി തീർക്കുന്ന വസന്തമായി തീരും. 6 ഋതുക്കളുള്ളതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളത് വസന്തമാണ്. ഇപ്പൊ നമ്മൾ ഇത് വായിച്ചു തുടങ്ങുന്നത് മഴക്കാലത്താണ്, അതും കർക്കടകത്തിൽ. ഈ കർക്കടകത്തിലെ ആ കാലാവസ്ഥയെ വസന്തത്തിന്റെ മധുരിമ ഉള്ളതാക്കി മാറ്റാൻ, വസന്തമായിട്ട് ആസ്വദനീയമാക്കി തീർക്കാൻ ഈ വാൽമീകിയുടെ പാട്ട്, ആ കോകിലത്തിന്റെ പാട്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ ഋഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് നാം ഇത് തുടങ്ങുക. ആ കാവ്യത്തിന്റെ പ്രത്യേകത ഒരൊറ്റ ശ്ലോകത്തിൽ കൂടി മാത്രം കേൾപ്പിക്കാം. പരമപുരുഷനെയാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ആരാ പരമപുരുഷൻ? ഈ ലോകത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന പരമ ചൈതന്യം, അതാണ് പരമപുരുഷൻ. പുരുഷൻ എന്നുള്ള വാക്കിന് പുരത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥം. പുരം, പട്ടണം. നമ്മുടെ ഈ ശരീരം പുരമാണ്, നമ്മുടെ ഈ പട്ടണവും പുരമാണ്, നമ്മുടെ ഈ ലോകം, ഈ ഭൂഗോളം പുരമാണ്, ഈ ഭൂഗോളം ഉൾക്കൊള്ളുന്ന സൗരയൂഥം പുരമാണ്. 9 വാതിലുകളുള്ള പട്ടണമാണിത്. നമ്മുടെ ഈ ശരീരം പോലെ തന്നെ ഈ സൗരയൂഥം
ഏതൊരു നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്നുവോ ആ നക്ഷത്ര സമൂഹം പുരമാണ്. ഇതേപോലെ അനേകം നക്ഷത്ര സമൂഹങ്ങളുണ്ട്, എണ്ണിയാൽ തീരാത്തവ. അവയെല്ലാം കൂടി ചേർന്ന് പുരമാണ് 9 വാതിലുകളുള്ള പട്ടണം. അങ്ങനെയുള്ള ഈ പുരത്തിൽ ഇരിക്കുന്നവൻ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന പുരത്തിന്റെ ഉള്ളിലിരിക്കുന്നവൻ, അവനാണ് പുരുഷൻ. നമ്മുടെ ഉള്ളിൽ പുരുഷൻ ഇരിക്കുന്നു. ആരാ പുരുഷൻ? ആ പുരുഷൻ പരമാത്മാവ്. ആ പരമാത്മാവിനെയാണ് രാമനായിട്ട് ഇവിടെ നമ്മുടെ കൺമുന്നിലേക്ക് വാൽമീകി മഹർഷി കൊണ്ടുവരുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിൽ നാം ശരീരം കൊണ്ട് പുരുഷനായാലും ശരീരം കൊണ്ട് സ്ത്രീ ആയാലും അത് പ്രാപഞ്ചികമായ വ്യവഹാരത്തിൽ നാം പുരുഷനെന്നും സ്ത്രീയെന്നും ശരീരാസ്പദമാക്കി രണ്ടായി തിരിക്കുന്നു. നമ്മുടെ ഉള്ളിലിരിക്കുന്നത് പുരുഷനാണ്. ഈ ശരീരമാകുന്ന പുരത്തിലിരിക്കുന്നവൻ, നമ്മുടെ കുടുംബമാകുന്ന പുരത്തിലിരിക്കുന്നവൻ പുരുഷൻ, ഈ പ്രപഞ്ചമാകുന്ന പുരത്തിലിരിക്കുന്നവൻ പുരുഷൻ. അങ്ങനെ ഒരേ പുരുഷനാണ് എല്ലാ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും വൃക്ഷങ്ങളുടെയും പുല്ലിന്റെയും പുഴുവിന്റെയും മണൽത്തരിയുടെയും മഹാപർവ്വതങ്ങളുടെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെയും നക്ഷത്ര സമൂഹങ്ങളുടെയും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും എല്ലാം ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് പുരുഷൻ, അതാണ് പരമപുരുഷൻ. ആ പരമപുരുഷനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് ആ പരമപുരുഷനെ അറിഞ്ഞ ഋഷിവര്യന്മാർ, നമ്മുടെ കാരണവന്മാരും അതേപോലെ തന്നെ മുത്തശ്ശിമാരും. ഋഷിമാരുടെ കൂട്ടത്തിൽ കാരണവന്മാരുണ്ട്, മുത്തശ്ശന്മാരുണ്ട്, മുത്തശ്ശിമാരുണ്ട്. അവരെല്ലാവരും ഋഷികളായിട്ട് പരമാത്മാവിനെ സാക്ഷാത്കരിച്ചവർ. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അവര് ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ പരമാത്മാവിനെ കുറിച്ച്. അങ്ങനെ അവരിലൂടിയിട്ട് നമുക്ക് ലഭിച്ചതാണ് വേദങ്ങൾ. ആ വേദങ്ങളുടെ ഓരോ ശാഖയുടെയും ഉള്ളിൽ അതിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തായിട്ട് വരുന്നു ഉപനിഷത്തുക്കൾ. അങ്ങനെ വേദങ്ങളിലൂടെയും ഉപനിഷത്തുകളിലൂടെയും ഋഷിവര്യന്മാര് അവരനുഭവിച്ചറിഞ്ഞ പരമാത്മാവിനെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു. ആ വേദങ്ങൾ പഠിച്ചാൽ, ആ ഉപനിഷത്തുകൾ പഠിച്ചാൽ, പഠിക്കുന്നതിന് സമ്പ്രദായമുണ്ട്. അന്ന് തൊട്ട് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും സമ്പ്രദായമുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഗുരു പരമ്പരാക്രമത്തിൽ ആ സമ്പ്രദായം നിലനിൽക്കുന്നു. ഇന്നും അങ്ങനെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ധാരാളമുണ്ട്. അങ്ങനെയുള്ള ഗുരുവിന്റെ മുന്നിൽ നാം പഠിക്കണം. അങ്ങനെ നാം പഠിച്ചു കഴിഞ്ഞാൽ ആ പരമപുരുഷനെ നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് വേദവേദ്യനാണ് പരമപുരുഷൻ. വേദവേദ്യനായ ആ പരമപുരുഷൻ വേദപഠനത്തിലൂടെ, ആ വേദങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നതായ സാധനാക്രമങ്ങളിലൂടെ, ഉപനിഷത്തിന്റെ അനുഭൂതിയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന ആ പരമപുരുഷനെ, ആ അറിവിന്റെ പരകാഷ്ഠയിൽ എവിടെ എത്തുന്നറിയോ? ഞാൻ തന്നെയാണ് ആ പരമപുരുഷൻ എന്നുള്ള പ്രത്യക്ഷമായ അനുഭവത്തിൽ എത്തിച്ചേരും. ആ പരമപുരുഷൻ ദൂരെ എങ്ങുമല്ല, യാതൊരു ദൂരങ്ങളുമില്ല. എന്റെ ഉള്ളിൽ ഈ ഞാനാകുന്ന ഈ പ്രപഞ്ചത്തിൽ അംഗമായിരിക്കുന്ന ഈ ജീവനുള്ളിൽ ജീവസ്വരൂപമായിട്ട് ആ പരമപുരുഷൻ ഇരിക്കുന്നു. ആ പരമപുരുഷനെയാണ് ജീവനായിട്ട് നാം അനുഭവിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും, എന്റെ എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവരെയുമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ആ പരമപുരുഷൻ ഇരിക്കുന്നു. ആ പരമപുരുഷനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നാമായി കുടികൊള്ളുന്ന പരമപുരുഷനാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ, പ്രപഞ്ചത്തെയും കവിഞ്ഞ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഈ പുരുഷോത്തമന്റെ ഉള്ളിൽ കേവലം ഒരു കടുകുമണിയുടെ വലിപ്പത്തോടുകൂടി നിസ്സാരമായൊരു പദാർത്ഥം മാത്രമാണ്. അപ്പോൾ ആ പരമപുരുഷന്റെ അനാദി അനന്തമായിരിക്കുന്ന സ്വരൂപത്തെക്കുറിച്ച് ഏതാണ്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഉള്ള ആ പരമപുരുഷനെ നമുക്ക് കാണിച്ചു തരുന്നു വേദങ്ങൾ. അങ്ങനെ വേദങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്ന ആ പരമപുരുഷൻ ത്രേതായുഗത്തില് ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജാതേ ദശരഥന് മകനായി അവതരിച്ചു.
ജാതേ എന്ന് പറയുമ്പോൾ ഇത് രാമനാകൊണ്ട് നാം അവതരിച്ചു എന്നേ പറയുള്ളൂ. എന്താ കാരണം? എന്തുകൊണ്ടെന്നാൽ രാമൻ ഭൂമിയിൽ ജനിക്കുമ്പോ ഞാൻ പരമാത്മാവ് തന്നെയാണെന്നുള്ള ഉറപ്പായ അനുഭവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ അനുഭവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത്. ആ അനുഭവത്തോടു കൂടിയിട്ടാണ് സകല ചരാചരങ്ങളോടും അദ്ദേഹം ഇടപെടുന്നത്. സകല പ്രശ്നങ്ങൾക്കും വ്യക്തമായ പരിഹാരം അദ്ദേഹം കാണുന്നതും ഞാൻ ബ്രഹ്മം തന്നെയാണെന്നുള്ള അനുഭവത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് അവതാരമാണ് എന്ന് പറയുന്നത്. പരമാത്മാവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു, അവതരിക്കുക, ഇറങ്ങി വരികയാണ്. അങ്ങനെ വേദവേദ്യനായ പരമപുരുഷൻ ദശരഥൻ മകനായി ത്രേതായുഗത്തില് അയോധ്യയില് അവതരിച്ചപ്പോ വേദവും എന്ത് ചെയ്തു? ആ രാമനെ അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് ഒരു അവതാരം കൈക്കൊണ്ടു. വേദത്തിന്റെ അവതാരം. അതിനൊരു ലക്ഷ്യമുണ്ട്, രാമൻ ആരെന്ന് മനസ്സിലാക്കിച്ചു തരാൻ. ഇല്ലെങ്കിൽ നമ്മൾ രാമൻ നമ്മെ പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് കരുതും. നമ്മെക്കാളും കുറേയേറെ കഴിവുണ്ട്, കുറേയേറെ സിദ്ധിവിശേഷങ്ങളുണ്ട്, തികഞ്ഞ സത്യസന്ധതയും കരുത്തും ഒക്കെയുണ്ട്. അത് നമുക്കറിയാം. അതേപോലുള്ള നമ്മെക്കാളും കഴിവുള്ളൊരു മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ, ഒരു മഹാത്മാവ് എന്നൊക്കെ നമ്മൾ രാമനെ കരുതും. അത്രയും പോരാ, നമുക്കാളും വളരെ കഴിവുള്ള മനുഷ്യനാണ് അദ്ദേഹം, മഹാത്മാവാണ്. അത്രയും പോരാ, അദ്ദേഹം പരമപുരുഷന്റെ അവതാരമാണ്. അതുകൂടി നാം അറിയണം. അദ്ദേഹം തന്റെ തന്നെ മായ കൊണ്ട് ഒരു മനുഷ്യ സ്വരൂപം കൈക്കൊണ്ട് ലോകത്തിന്റെ ആ സ്ഥിതിയെ, അന്ന് അസുരന്മാരുടെ അതിക്രമങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ ദുഃഖമയമായിരുന്നു, ആ സ്ഥിതിയെ, ദുഃഖമയമായ സ്ഥിതിയെ മാറ്റി, അസുരന്മാരുടെ അതിക്രമങ്ങൾ അകറ്റി ലോകത്തെ ആനന്ദപൂർണവും ധർമ്മ സന്തുഷ്ടവുമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നതാണ്. അങ്ങനെ വന്ന പരമാത്മാവാണ് അദ്ദേഹം എന്ന് നാം അറിയണം. അതിനു വേണ്ടിയിട്ട് വേദം അവതാരം കൈക്കൊണ്ടു. അദ്ദേഹത്തെ വെറും ഒരു മനുഷ്യനായി കരുതിയാൽ മാത്രം പോരാ. ദശരഥന്റെ മകൻ ഒരു ദശരഥനെ പോലെ തന്നെ ഒരു മനുഷ്യനാവുകയല്ലേ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അതിനു വേണ്ടിയാണ് വേദത്തിന്റെ വരവ്. എങ്ങനെ? വേദം പ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മന. വേദം പ്രാചേതസിലൂടെ, വാൽമീകി മഹർഷിയിലൂടെ രാമായണമായിട്ട് ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചു. ഋക്കയജുസ് സാമം അധർവം എന്നുള്ള പരമാത്മാവിനെ നമുക്ക് വ്യക്തമാക്കി തരുന്ന വേദം തന്നെയാണ് വാൽമീകി രാമായണമായിട്ട് 1000 ആണ്ടുകൾ മുമ്പേ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നത്. എന്തുകൊണ്ട് അങ്ങനെ വാൽമീകി രാമായണം ഉണ്ടായി? അതൊക്കെ ഈ വാൽമീകി രാമായണത്തിന്റെ 2ാമത്തെ അധ്യായത്തിൽ, ബാലകാണ്ഡത്തിലുള്ള 2ാം അധ്യായത്തില് നമ്മൾ കാണും. അങ്ങനെ വേദത്തിന്റെ അവതാരമാണ് രാമായണം. എഴുത്തച്ഛൻ തന്നെ അധ്യാത്മരാമായണം പാടുമ്പോൾ വാൽമീകി രാമായണത്തിന് അനേകം അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആധ്യാത്മികമായ അർത്ഥതലം. അത് വാൽമീകി രാമായണത്തിനുണ്ട്. അതിന്റെ അർത്ഥതലമാണ് ആധ്യാത്മിക അർത്ഥതലമാണ് അധ്യാത്മരാമായണം. സംസ്കൃതത്തിൽ അത് വ്യാസഭഗവാൻ എഴുതി. അതിന്റെ മലയാളത്തിലുള്ള സ്വതന്ത്ര പരിഭാഷ അതാണ് തുഞ്ചത്ത് ആചാര്യൻ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ചത്. അതിനകത്ത് അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം എഴുതും, വേദസംഹിതമായി മുൻപുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്ക് അറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ. ഈ ശ്രീരാമായണം മുമ്പേ ഉള്ളതാണ്, പണ്ടുപണ്ടേ ഉള്ളതാണ്. അത് വേദസംഹിതമാണ്, വേദതുല്യമാണ്, വേദം തന്നെയാണ്, വേദം കൈക്കൊണ്ട അവതാരമാണ്. അങ്ങനെ ആ അധ്യാത്മരാമായണത്തിലെ ഏതൊരു ഈരടിയും വേദമന്ത്രത്തിന് തുല്യമാണെന്നറിയണം. വേദമന്ത്രത്തിന്റെ എല്ലാ സവിശേഷതകളും അനുഗ്രഹ ശക്തികളും അധ്യാത്മരാമായണത്തിലെ ഓരോ ഈരടിക്കും.
അതുകൊണ്ടാണ് എഴുത്തച്ഛൻ അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചത്. അങ്ങനെ വേദസംഹിതമായ ഈ രാമായണം, വേദത്തിന്റെ അവതാരം രാമൻ ആരെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ, അതാണ് ഈ വാൽമീകിയുടെ രാമായണം. വളരെ മനോഹരമായ സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്.